ഹായ് കൂട്ടുകാരെ, സൗണ്ട് പറ്റി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ഒരു സ്ഥലത്തും ഞങ്ങളൊരു സ്ഥലത്തുമായിട്ടുള്ള ഒരു ഓണം. അമ്മച്ചിൻ്റെ പൂവിടാൻ നോക്കുന്നു കേട്ടോ. ഞങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാര്യമായിട്ട്. രാവിലെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ വേറെ പെട്ടെന്ന് കുറേ ആയിട്ട് പെരുമാറുന്നില്ലല്ലോ അടുക്കളയിൽ. അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഇതായിരിക്കും കേട്ടോ. പിന്നെ ഒരു ചോറ്, ഒരു സാമ്പാർ, ഒരു തോരന് ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു ഉഷാറില്ല. എല്ലാവരും ഒരുമിച്ചാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷം ഇല്ലായിക്കൊന്നുമില്ല കേട്ടോ. എന്താണെങ്കിലും ഇവിടെ അമ്മച്ചീൻ്റെ അടുത്ത് ഞങ്ങൾ ആളുണ്ട്, അവിടെ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത് മക്കളും ഉണ്ടാവും. മനസ്സിന് സമാധാനം ഉണ്ട് കേട്ടോ. അപ്പം പൂവിടാൻ നോക്കട്ടെ ഞങ്ങൾ. എനിക്ക് വന്നപ്പോൾ തീരെ സൗണ്ട് കിട്ടുന്നില്ല കേട്ടോ. സൗണ്ട് തീരെ വരുന്നില്ല. ഇപ്പോൾ സൗണ്ട് റെഡിയായി, പക്ഷെ തൊണ്ട ഭയങ്കര വേദനയുണ്ട്. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ജലദോഷം വരാനാണോ എന്തിനോ. ഇന്നലെ മിനിയാതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തൊണ്ടയ്ക്ക് 2 ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ റെഡിയായി. ഭയങ്കര തൊണ്ട പഴുത്ത പോലെ അതിൻ്റെ ചുമക്കുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. പറ്റുന്ന പോലെ വീഡിയോ പിടിക്കും. ഇവിടെ വീഡിയോ പിടിച്ചു തരാനൊന്നും ആരുമില്ല. പറ്റുന്ന പോലെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിട്ടൊക്കെ പിടിക്കും. ഓക്കെ, എഴുന്നേറ്റപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. കുടഞ്ഞിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ എത്രയോ വൈകിയാണ് എഴുന്നേറ്റത് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുടു എൻ്റെ മടിയിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇത് അച്ഛയാണ് കേട്ടോ. അച്ഛ കുടുവിൻ്റെ പ്രായമായിട്ട് അച്ഛ പോയിട്ട് 2.5 വർഷം. കുടുവിന് 2.5 വർഷമല്ല, 3 വർഷമാവുക. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അമ്മച്ചിയാണ് കേട്ടോ. ഓർക്കത്ത് എണീറ്റ് വന്നാൽ ഇങ്ങനെയാ കുടു. ഇങ്ങോട്ട് നോക്കടാ. ഞങ്ങളെ പൂക്കളം എന്ത് രസം. അതെ തന്നെ, വെള്ളം വെക്കണം അല്ലേ. നടുക്ക് വെള്ളം വെക്കാം. മുഴുവനാക്കാലേ കൂടു. വന്നിരിക്കും പൂവിടാന്. പിന്നെ രാവിലെ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. ഉപ്പുമാവായിരുന്നു കേട്ടോ. ചായ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പൂവിടാന്ന് ഓർത്തെ. അപ്പം തലേന്ന് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. ഞാൻ തലേന്നത്തെ വീഡിയോ ഒക്കെ റെഡിയാക്കി എഡിറ്റ് ചെയ്യാനിരുന്നതായിരുന്നു കേട്ടോ രാത്രി. പക്ഷേ എനിക്ക് ഒട്ടും സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം അതവിടെ നിർത്തി വെച്ചതാണ്. വീഡിയോ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട് കേട്ടോ. തലേ ദിവസത്തെ എന്തൊക്കെയാണ് വിശേഷം, എപ്പോഴാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ആ വീഡിയോ ഇടാതിരുന്നത് രാത്രിയിൽ. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ രാവിലെ എന്താ പറയുക, ചായയും ഉപ്പുമാവും ആക്കി വെച്ചപാട് കുളിയും കഴിഞ്ഞിട്ട് പൂവിടാനിരുന്നു. നല്ല റിലാക്സായിട്ട്, ഇങ്ങനെ റിലാക്സായിട്ടൊരു ഓണം ആഘോഷിക്കലില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം തലേ ദിവസം മുഴുവനും എന്താ പറയുക, പുളിയിഞ്ചിയും കാളനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കലും, പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കലും, നന്നാക്കി വെക്കലും, ഉള്ളി നന്നാക്കി വെക്കലും, ഇങ്ങനെയുള്ള പണികളൊക്കെ തലേ ദിവസം രാത്രി ചെയ്യുന്നതാണ്. ഈ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പണികളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഒന്നാമത് മക്കൾ ഇവിടെ ഇല്ല. മക്കളാണെങ്കിൽ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്ത്. ഇവിടെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അവർ ഒരാഴ്ചയിൽ മേലെയായി സുഖമില്ലാതെയായപ്പോൾ അവരവിടെ കൊണ്ടുപോയി ആക്കിയതാണ് മുണ്ടിനീരായിട്ടേ. അപ്പോൾ ഇത്രയും ദിവസം അവരെ കൂടെ നിന്നിട്ട് ഈ ഒരു വിശേഷ ദിവസത്തിന് തലേന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോരുക എന്ന് പറയുമ്പോൾ അവരേതായാലും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അവർക്കൊരു കൂട്ടായിട്ട് മക്കളും, അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. ഇവിടെ ഏട്ടനും ഏടത്തിയൊക്കെ ചേച്ചീൻ്റെ കുടുംബക്കാരെ വീട്ടിലും പിന്നെ അങ്ങനെ വയനാട്ടിലുള്ള കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ അവർ ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ അമ്മച്ചിക്ക് ഞങ്ങളുമായി കൂട്ട് വീട്ടിലും ആളായി. അപ്പോൾ 2 സ്ഥലത്തും മക്കളും ആളും ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തു, മക്കളെ എൻ്റെ വീട്ടിലാക്കി ഞാനും കൂടും കുഞ്ഞിൻ്റെയും അച്ഛമ്മേൻ്റെ അടുത്ത് നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണി, സാമ്പാറും തോരനും ഒക്കെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തൊട്ട് താഴത്തെ വീട്ടിൽ നമ്മളെ തറവാടിനോട് ചേർന്ന് നമ്മളൊരു മക്കളൊക്കെ കുടുവിന് മാത്രമേ ഉള്ളൂ കേട്ടോ പരിചയക്കുറവ്. ആദ്യക്കുട്ടനും മോനുസിനൊക്കെ അത്രയും അടുപ്പമുണ്ട് കേട്ടോ. മോനുസിനാണ് ഏറ്റവും കൂടുതൽ. കാരണം മോനുസിൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഇവിടെയായിരുന്നു, 2-2.5 വയസ്സ് വരെ ഇവിടെയായിരുന്നു കേട്ടോ.
അപ്പോൾ ജ്യോതിഷ് മാമനാണ് ഇവിടുത്തെ നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതാ ജ്യോതിഷ് അവനൊരു കസവും മുണ്ടൊക്കെ ഓണക്കോടിയൊക്കെ കൊടുത്തു കേട്ടോ. ഓണപ്പുടവയൊക്കെ കിട്ടിയിട്ടോ കൂടുവിന്. അതുപോലെ ഒരു വണ്ടി, എന്ത് വണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ട്രാക്ടർ, അവൻ്റെ കൈ കാണുന്ന വണ്ടിയിലെ അതും ജ്യോതിഷ് മാമൻ കൊടുത്തു കേട്ടോ. അവരെല്ലാവരും ഉണ്ടായിരുന്നേ. അവർ അമ്മയും ഒരു മുത്തശ്ശിയുണ്ട്, അവൻ്റെ അമ്മേൻ്റെ അമ്മയും, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പോയിട്ടതൊക്കെ കണ്ട് മക്കൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് തന്നെ കയറി പോവുകയാട്ടോ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, കുടുവിന് ചേട്ടായിമാരാരും ഇല്ലാത്തതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ. കാരണം ആരും ഇല്ലല്ലോ, കളിക്കാനും ഒന്നിനും ആരും ഇല്ലല്ലോ, ഞാൻ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം അവൻ്റെ കൂടെ കളിക്കാൻ കൂടിയിട്ടോ. ഞങ്ങൾ ചിരട്ടയിലും മണ്ണ് നിറച്ചിട്ടൊക്കെ കുറേ നേരം കളിച്ചു. ഇത് കണ്ടില്ലേ മുത്തശ്ശി ഇരിക്കുന്നത്. അവനോടൊരു മുത്തശ്ശീൻ്റെ അടുത്ത് വന്നിരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇരുന്നില്ല കേട്ടോ. അവന് മുത്തശ്ശീൻ്റെ അടുത്തേക്ക് വരാൻ പറയുമ്പോൾ അവനൊരു പേടി പോലെ. അമ്മൂമ്മേൻ്റെ കൈയൊക്കെ നമുക്ക് ഇഷ്ടവും സ്നേഹവും തോന്നും, പക്ഷേ കുട്ടികൾക്ക് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ എന്താ പറയുക, അവന് അവിടുന്ന് കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയതായാലും. ഞങ്ങൾക്ക് ഇതിലും വലിയൊരു സമ്മാനം കിട്ടിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ ഓണത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഈ ഓണം ശരിക്കും എന്താ പറയുക, ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുമായിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ എന്താ പറയുക, ആ ഒരു സ്നേഹത്തിൽ, ഞങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, US നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മക്കൾക്ക് ഓണം ആഘോഷിക്കാനും ഓണത്തിന് ഡ്രസ്സ് എടുക്കാനും ഒക്കെയുള്ള ഒരു എന്താ പറയുക സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് മക്കൾക്ക് എന്താണോ ആഗ്രഹം അതെല്ലാം വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു കേട്ടോ പറഞ്ഞത്. അവർക്ക് വയ്യാതെ പോയതുകൊണ്ട്, അവരെയും കൊണ്ട് പുറത്ത് പോകാൻ വയ്യാത്തത് കൊണ്ടും എന്താ പറയുക, ഞാൻ അവരില്ലാതെയാണ് അവർക്ക് ഡ്രസ്സ് എടുത്തത് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് അത്യാവശ്യം വ്യത്യാസമൊക്കെ ഉണ്ട്, കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഇനി നാളെ പോകണമെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ നാളെ പോകണമെന്ന് വിചാരിക്കുന്നു. നിക്കറുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് 2 പേർക്ക് ഷർട്ടും കുടുവിന് 2 ജോഡി ഉടുപ്പൊക്കെ വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് വരുമ്പോൾ ഞങ്ങളത് വീടിൻ്റെ തൊട്ട് മുകളിൽ താത്തയുണ്ട് കേട്ടോ, സൂറത്താത്തേൻ്റെ വീട്ടിലൊന്ന് കയറി. അത് പ്രധാനമായിട്ട് ഞങ്ങൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പായസത്തിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ ഒന്നും ഇല്ലായിരുന്നു ഇടാൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, ഇങ്ങനെ പെട്ടിക്കട പോലത്തെ കട. അപ്പോൾ ഞങ്ങൾ ആ കട, ചേട്ടൻ്റെ വീട്ടിൽ പോയി ആ കട തുറന്ന് തരുമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അതിനെന്താണെന്നും പറഞ്ഞ ചേട്ടൻ വന്ന് കട തുറന്ന് തന്നേ. അങ്ങനെ കട തുറന്ന് തന്ന് ഞങ്ങൾ കൊണ്ടുപോയി അണ്ടിപ്പരിപ്പൊക്കെ കൊണ്ടുപോയി വറുത്തിട്ട് പായസമൊക്കെ റെഡിയാക്കി. കാബേജ് തോരനൊക്കെ ഉണ്ടായിരുന്നു, ഒരു സാമ്പാറും, അതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ പോയിട്ട് ഇറച്ചി ചിക്കൻ എന്തോ മീനെന്തോ വാങ്ങാനാണ് കാര്യമായിട്ട് പോയല്ല, പന്നിയിറച്ചി വാങ്ങാനാണ് പോയത് കേട്ടോ. അമ്മച്ചി വേറെ ഒന്നും കൂട്ടില്ല, അമ്മച്ചി അതേ കൂട്ടില്ല. പക്ഷെ അതില്ലായിരുന്നു കേട്ടോ. അതില്ലാത്തതുകൊണ്ട് മീൻ വാങ്ങി വന്നു. മാന്തൽ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാന്തലൊക്കെ വാങ്ങി വന്ന് ഞങ്ങൾ ചോറ് തിന്നാൻ നോക്കുമ്പോൾ ഒരു 11:30 ആയപ്പോൾ കുഞ്ഞേട്ടനെ അളിയൻ വിളിച്ചേ, പെങ്ങളെ ഭർത്താവ് വിളിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞേട്ടൻ പോയി. അപ്പം ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഇപ്പം പോയാൽ പിന്നെ ചേട്ടാ ചോറ് തിന്നാനാകുമ്പോഴത്തേക്ക് എത്തൂല, ഞങ്ങൾ ഒറ്റയ്ക്കാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അമ്മച്ചിയും പറഞ്ഞേ, എടാ വൈകുന്നേരം പോവാടാന്നൊക്കെ പറഞ്ഞു. എവിടെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിട്ടൂല. അപ്പോൾ കുഞ്ഞേട്ടൻ പോയി. എന്നാൽ പിന്നെ വിളിക്കുന്നവരേട്ടോ ഓർക്കില്ല കേട്ടോ. എന്നാൽ പിന്നെ ഓണമൊക്കെ അല്ലേ, അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമല്ലോ എന്നുള്ള അവരും ചിന്തിച്ചില്ല, പോയ ആളും ചിന്തിച്ചില്ല കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ ഇങ്ങനത്തെ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരു ഓണമാണ് വിഷു ആണെന്ന് ഓർത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം, അങ്ങനെയൊന്നൊരു കാഴ്ചപ്പാടൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ആ കാര്യങ്ങളോടൊക്കെ നമ്മൾ എന്താ പറയുക, ആ രീതികളൊക്കെ അങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. അമ്മച്ചീനെ ഫോട്ടോ എടുക്കാൻ നേരത്തെ അമ്മച്ചി ചിരിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ചിരിക്കമ്മ എന്ന് അങ്ങനെ പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ അമ്മച്ചി. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾ കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. ഒരു അമ്മച്ചിക്ക് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയാണ് കേട്ടോ അമ്മച്ചി ഇട്ടത്. അപ്പോൾ അതൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കി.
കേട്ടോ. പക്ഷെ കുഞ്ഞേട്ടൻ വരുന്ന കാണുന്നില്ല. പിന്നെ 1:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങളെന്ത് ചെയ്തു, ഞാനും അമ്മച്ചിയും കൂടെ ചോറ് തിന്നാം അമ്മ എന്നും പറഞ്ഞ് കുടുവിനെയും കൂട്ടി എന്ത് ചെയ്തു, ഞങ്ങൾ ചോറ് തിന്നാമെന്ന് വിചാരിച്ചേ. 2 വട്ടമൊക്കെ ഞങ്ങൾ വിളിച്ചു നോക്കി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി രക്ഷയില്ല എന്ന് കേട്ടോ. പിന്നെ മക്കളെ വിവരം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ ചോറ് 4 പേരും കൂടി, അച്ഛനും അമ്മയും മോനും സ്വാതികുട്ടനും കൂടി ഇലയൊക്കെ ഇട്ട് ചോറ് നിന്ന് വീഡിയോ അച്ഛൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ കുറേ നേരം താഴേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. നമുക്ക് അങ്ങനെയാണല്ലോ നമ്മളെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ നേരം കാത്തിരിക്കുമല്ലോ. പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ കാത്തിരിപ്പ് ഉണ്ടാവില്ല അല്ലേ. പിന്നെ അവരാഗ്രഹിക്കും ഇവരൊന്ന് കാത്തിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ കാത്തിരിക്കില്ല. അതാണ് കഥ. ഈ പുലി വരുന്നേ എന്ന് പറയില്ല, അതുപോലെ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ 2 കൂടും, ഞങ്ങൾ 3 കൂടി അവസാനം ചോറ് തിന്നാമെന്ന് തീരുമാനിച്ചു കേട്ടോ. വരുന്നവർ എപ്പോഴാണെന്ന് വെച്ചാൽ വരട്ടേന്ന് ഓർത്തു. ഞങ്ങൾ ചോറ് തിന്നു. ഇത് കണ്ടില്ലേ ഞങ്ങളെ കറികൾ എന്തൊക്കെയാണ്. സാമ്പാർ കാണുന്നില്ല അല്ലേ, വീഡിയോ പിടിച്ചു തരുന്ന. ഇന്നലെ ഞാൻ കാളൻ കുടഞ്ഞിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ കാളനുണ്ട്, പായസം ഉണ്ടാക്കി, സാമ്പാറും കാബേജ് തോരനും. ഇലയൊന്നും ഞങ്ങൾ വെട്ടിയില്ല കേട്ടോ. ഞങ്ങൾ 3 ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇലയൊന്നും വെട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്തു, പാത്രത്തിലാണ് ചോറ് വിളമ്പി തിന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഓണം കഴിക്കാം അല്ലേ. അങ്ങനെ ഒരു ഓണം കഴിച്ചു. നേരെ മുന്നിൽ തന്നെ അച്ഛൻ ഞങ്ങൾ ചോറ് തിന്നുന്നൊക്കെ നോക്കി അച്ഛൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മുണ്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ വേഗം മാറ്റാൻ നോക്കിയേ. ഞങ്ങൾക്ക് മക്കളുടെ അടുത്തേക്കൊന്ന് വരണമെന്നുണ്ട്. എന്താണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മക്കളൊരു സ്ഥലത്ത് ഞങ്ങളൊരു സ്ഥലത്ത്. ഓണം വലിയ ആഘോഷങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എന്നാലും എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ. ഞങ്ങൾ പോന്നു കേട്ടോ. വീട്ടിലെത്തിയേ. വീട്ടിൽ വന്നപ്പം ഇവിടെ എല്ലാവരും എന്താ പറയുക, ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞ് ഇവർ കിടന്നുറങ്ങി. കാരണം 3-3:30 കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വന്നപ്പം. പനിക്കാനാന്ന് തോന്നുന്നുണ്ട്, ഒരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. വന്നിരിക്കുന്നു 2 എത്ര ദിവസം, ഇപ്പോൾ ഒരാഴ്ചയിൽ മേലെയായിട്ട് ഇവരെ കണ്ടിട്ട്. ഒരാഴ്ചയല്ല കുറച്ച് ദിവസം, ഒരാഴ്ചയിൽ മേലായി. സുഖമില്ലാതെയായപ്പോൾ ഞാൻ ഇവരെ ഇങ്ങോട്ട് ആക്കിയതായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു വിശേഷ ദിവസമൊക്കെ ആകുമ്പോൾ എന്താണെങ്കിലും എല്ലായിടത്തും ഇങ്ങനെ എല്ലാ വീടുകളിലും മിക്കവാറും വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഉണ്ടാവും. അപ്പം ഇവരെടുത്തും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അവിടെയും ആളായി ഇവിടെ ആളായി. അത് എൻ്റെ മനസ്സിന് സന്തോഷം, എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് നമ്മളങ്ങനെ നിന്നു എന്നുള്ളൂ കേട്ടോ. മക്കൾക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ഞാനും വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു 3-4 വട്ടം വിളിച്ച് കാണും കേട്ടോ. ആദ്യകൂട്ടനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പോകുന്നില്ലേ എന്ന്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ എന്താ പറയുക കളിച്ചിരുന്നു കേട്ടോ. അവരെ കളി കാണുമ്പോഴായിരുന്നു ആദ്യകൂട്ടനും കൂടും മോനുസും കൂടി കുറേ അത്രയും ദിവസം. എന്നിട്ട് അച്ഛനും അമ്മ വേണ്ടി ഇത്രയും ദിവസം ഇവർ അടങ്ങിയിരുന്നു. കണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര കളി തന്നെയായിരുന്നു എല്ലാവരും കൂടെ. കണ്ടില്ലേ ഓട്ടവും പാച്ചിലുമായിട്ട്. അത്രയും ദിവസം ഓട്ടവും പാച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുടു എന്ത് ചെയ്തു, അമ്മേൻ്റെ ചെരുപ്പെല്ലാം അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ചെരുപ്പെടുത്ത് താഴത്തെ കണ്ടത്തിലേക്ക് എറിയുക. അവിടുന്ന് പിന്നെ എടുത്തുകൊണ്ട് വരിക. അപ്പം ഉണ്ട് അച്ഛൻ മെല്ലെ അങ്ങാടി പോകാൻ വേണ്ടി അച്ഛനെ ഇറങ്ങിയപ്പം എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങാടിയിലേക്കൊക്കെ പോയാൽ തിത്തക തിരികിട എന്നൊക്കെ പറഞ്ഞായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അച്ഛനെ കളിയാക്കിട്ടോ. വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഇല്ല കേട്ടോ, കാലിനൊന്ന് വേദന ആയതുകൊണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞേട്ടൻ അങ്ങ് പോയി കേട്ടോ. കമ്പനിക്കാരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, ഏതോ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞേട്ടൻ അങ്ങോട്ട് തൊട്ടുമ്പത്തേക്ക് തന്നെ പോയി. ഞങ്ങൾ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ തിന്നു, ഞാനും മക്കളും. പിന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർ. ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.